മുസ്ലിം പ്രീണനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. സ്കൂൾ പാഠ്യപദ്ധതിയിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സർക്കാരിന്റെ നീക്കം. SDP-യുടെ ആവശ്യപ്രകാരമാണ് തീരുമാനം. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് എസ്. ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, DMK നേതാക്കൾ, പ്രത്യേകിച്ച് സ്റ്റാലിന്റെ മകൻ ഉൾപ്പെടെ സനാതന ധർമ്മത്തെപ്പറ്റി പറയുന്നതും ഹിന്ദുത്വത്തെപ്പറ്റി പറയുന്നതുമൊക്കെ നമുക്കറിയാം. എന്നാൽ മറുഭാഗത്ത് സ്കൂൾ പാഠ്യപദ്ധതിയിൽ മുഹമ്മദ് നബിയെ പറ്റിയുള്ള പാഠ്യഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്നു. പ്രത്യേകിച്ച് അടുത്ത വർഷം കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണല്ലോ തമിഴ്നാട്. അപ്പോൾ SDP-യുടെ നിർദ്ദേശപ്രകാരമുള്ള ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെ വേണമല്ലോ മനസ്സിലാക്കാൻ. ശ്രീകാന്ത്, ഗൗതം, ഇതിൽ തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് വിടാം. കാരണം അത് അത്ര വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായി പിന്നീട് ചർച്ച ചെയ്യാവുന്നതുമാണ്. തെരഞ്ഞെടുപ്പിൽ പ്രീണനം നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ടിന് വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. അതിനെ നമുക്ക് ഒരല്പം ഒന്ന് മാറ്റി നിർത്താം. പക്ഷേ ഇതിൽ ഏറ്റവും ഗൗരവമായ കാര്യം കിടക്കുന്നത് ഇന്ത്യയിലെ കൊടും ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖം SDP-ഐ പറഞ്ഞ് ഒരു സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഒരു പാഠഭാഗം ചേർക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ മുഹമ്മദ് നബിയുടെ ആണെങ്കിലും ഇനി മറ്റെന്തെങ്കിലും ആണെങ്കിലും ഇരിക്കട്ടെ, ഈ സ്കൂൾ പാഠ്യപദ്ധതിയിൽ അത് ഒരു വിഭാഗത്തിൻ്റെ ഒരു മതവിഭാഗത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു കൊടും ഭീകര സംഘടനയുടെ, പോപ്പുലർ ഫ്രണ്ട് എന്ന കൊടും ഭീകര സംഘടന, അത് നിരോധിത സംഘടനയാണ് ഇന്ത്യയിൽ. ആ സംഘടനയുടെ രാഷ്ട്രീയ മുഖം പറഞ്ഞതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ M.K. സ്റ്റാലിനെ ഭയക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സനാതനധർമ്മത്തെ അങ്ങേയറ്റം അവഹേളിക്കുകയും സനാതനധർമ്മത്തെ മലേറിയയോടും അതോടൊപ്പം തന്നെ മറ്റ് വൈറസുകളോടും ഉപമിക്കുകയും ചെയ്ത M.K. സ്റ്റാലിനും മകനും ഇപ്പോൾ SDP പോലെയൊരു പാർട്ടി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിനെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം ഇന്ത്യയെ 2047 ഇസ്ലാമിക രാജ്യമാക്കണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന കൊടും ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖം പറയുന്നതിനനുസരിച്ച് അവർ പാഠ്യപദ്ധതി തയ്യാറാക്കിയാൽ ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, ആ സംസ്ഥാനത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൽ വലിയ ആത്മവിശ്വാസത്തോടെ, വലിയ സന്തോഷത്തോടെയാണ് M.K. സ്റ്റാലിൻ പറയുന്നത്. SDP പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇനി ആ രാഷ്ട്രീയ നേട്ടത്തിലേക്ക് വരാം ഗൗതം. അതായത് തെരഞ്ഞെടുപ്പ് വരികയാണ് തമിഴ്നാട്ടിൽ. സനാതനധർമ്മത്തെയും ഹിന്ദു മതവിശ്വാസികളെയും അങ്ങേയറ്റം അവഹേളിച്ച സ്റ്റാലിനും മകനും സ്റ്റാലിൻ്റെ കൂട്ടർക്കും അറിയാം ഹിന്ദു വിശ്വാസികളിൽ ഒരു വിഭാഗം നന്നായി തന്നെ അവർക്കെതിരെ വോട്ട് ചെയ്യും എന്നുള്ളത്. അത് പരിഹരിക്കണമെങ്കിൽ ഈ മുസ്ലിം വോട്ടുകൾ കൂടിയേ തീരൂ. മുഹമ്മദ് നബിയെക്കുറിച്ച് നിർബന്ധമായി മുഴുവൻ തമിഴരും പഠിക്കണം എന്ന് പറഞ്ഞ് ആ വിഭാഗത്തിൻ്റെ വോട്ട് നേടുക എന്ന തന്ത്രം തന്നെയാണ് M.K. സ്റ്റാലിൻ ഇപ്പോൾ പയറ്റുന്നത്. മാത്രമല്ല ഇതെന്ത് ഒരു നീതിയാണ് എന്ന് മനസ്സിലാക്കാൻ വയ്യ. കാരണം ഒരു മതേതര സർക്കാർ, ഭരണഘടനയിൽ അധിഷ്ഠിതമായി ഭരണം നടത്തുന്ന ഒരു സർക്കാർ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെക്കുറിച്ച് പഠിക്കാൻ നിർദ്ദേശിക്കുന്നത് അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ M.K. സ്റ്റാലിൻ നടത്തുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വാഭാവികമായും കോടതി കയറാൻ പോകുന്ന തീരുമാനമാണത്. പക്ഷേ M.K. സ്റ്റാലിനെ സംബന്ധിച്ച് വോട്ടുറപ്പിക്കാനുള്ള തന്ത്രം എന്നത് മാത്രമാണത്. പക്ഷേ അത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്നേ പറയാൻ സാധിക്കൂ. കാരണം കൊടും ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖത്തിൻ്റെ SDP-യുടെ വാക്ക് കേട്ടാണ് ഈ പരിപാടി സ്റ്റാലിൻ ഒപ്പിച്ചത്. ശ്രീകാന്ത്, അത് തന്നെയാണ്. അതായത് ഈ കേരളത്തിന് സമാനമായ സാഹചര്യമുള്ള മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കേരളത്തിൽ നോക്കൂ, ഈ തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഇങ്ങനെ അഭിപ്രായം പറയുകയും അവരുടെ താല്പര്യങ്ങൾ ഭരണകൂടത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അത് നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ സമയമാറ്റ വിഷയമാണെങ്കിലും സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അതിലൊക്കെ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ കേരളത്തിൽ അഭിപ്രായം പറയുന്നു. മാത്രമല്ല ഈ SDP-യുടെ പ്രവർത്തനം അതൊരു ഭീകര സംഘടനയാണ്, നിരോധിക്കപ്പെട്ട സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ്. അവർക്ക് കേരളത്തിൽ സ്വൈരവിഹാരം നടത്താൻ കഴിയുന്നു. പല പഞ്ചായത്തുകൾ, പല തദ്ദേശ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കേരളത്തിലെ ഭരണകക്ഷിയായിട്ടുള്ള CPM-ഉമായി സഖ്യം ചേർന്ന് കേരളത്തിലെ SDPI ഭരണത്തിൽ പോലും ഇരിപ്പുണ്ട്. തമിഴ്നാടിൻ്റെയും സാഹചര്യം സമാനമാണ് എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കാൻ. കാരണം സ്കൂൾ പാഠ്യപദ്ധതിയിൽ എന്ത് പഠിക്കണമെന്ന് ഒരു ഭീകര സംഘടന നിർദ്ദേശിക്കുന്ന നിലയിലേക്ക് തമിഴ്നാട്ടിലും കാര്യങ്ങൾ എത്തുകയാണ്. ഗൗതം, തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി നേരിടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 3 സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിമാർ കടുത്ത ഹിന്ദു വിരുദ്ധരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർണാടക എടുത്താൽ സിദ്ധരാമയ്യ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ഓടി നടന്ന് തകർക്കാൻ ശ്രമിക്കുകയാണ്. ധർമ്മസ്ഥല നമ്മൾ കണ്ടതാണ്. ദേ ഇപ്പോൾ അവിടെ മൈസൂരു ദസറ നടക്കാൻ പോകുന്നു. അവിടെയും സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നും അതിനെ തകർക്കാൻ, അതിൻ്റെ പവിത്രത ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നു. കേരളത്തിൽ ഒരു സ്കൂൾ സമയമാറ്റം നിശ്ചയിക്കണമെങ്കിൽ പോലും സമസ്തയുടെ നേതാക്കൾ ഒപ്പിടണം അതിൻ്റെ അടിയിൽ. നേരത്തെയൊക്കെ കേരളത്തിൽ ഇത് സംബന്ധിച്ച് മന്ത്രിസഭ തീരുമാനമെടുത്ത് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് അങ്ങനെയായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മന്ത്രിമാർ തീരുമാനമെടുത്താലും സമസ്തയുടെ നേതാക്കൾ ഒപ്പിട്ടാൽ മാത്രമേ ആ തീരുമാനം സാധുവാകൂ എന്നതാണ് കേരളത്തിലെ അവസ്ഥ. തമിഴ്നാട്ടിലും അതേ അവസ്ഥ തന്നെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കൊടും ഭീകര സംഘടന, ഇത് ഏത് രീതിയിൽ നമുക്കത് പറഞ്ഞൊപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. NIA സംഘം പാതിരാത്രി, രാത്രിക്ക് രാത്രി ഇവൻ്റെയൊക്കെ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. അതും ഇന്ത്യക്കുള്ളിൽ ഭീകരരെ റിക്രൂട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ട്, ഇന്ത്യക്കുള്ളിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ട് ഭീകരരെ റിക്രൂട്ട് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് എന്ന കൊടും ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖം അവർ പറയുകയാണ് മുഹമ്മദ് നബിയെക്കുറിച്ച് നിങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന്. അത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് MK സ്റ്റാലിൻ. ഒരു വശത്ത് അത് ചെയ്യുമ്പോൾ മറുവശത്ത് സനാതനധർമ്മം മലേറിയയാണെന്ന് ഈ MK സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ നാടൊട്ടുക്ക് പറഞ്ഞുകൊണ്ടും നടക്കുന്നു. ഈ ആളുകൾ അവിടം ഭരിക്കുമ്പോൾ, തമിഴ്നാട് ഭരിക്കുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, മറ്റ് മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയക്കേണ്ട സാഹചര്യം എന്ന് തന്നെ പറയാം. കേരളത്തെക്കാൾ ഭീകരമാണ് തമിഴ്നാട്ടിലെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം കേരളത്തിൽ സമസ്തയെ ഭയന്നാൽ മതി, സമസ്ത ഒപ്പിട്ടില്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതേ ഉള്ളൂ. തീവ്രത കുറച്ച് കുറവാണ്. പക്ഷേ തമിഴ്നാട്ടിൽ കൊടും ഭീകര സംഘടനയാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നത്, വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നത് എന്നത് ഞെട്ടിക്കുന്നതാണ്.